ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ പ്രൈസ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് മേക്കിംഗ് ചാർജ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മേക്കിംഗ് ചാർജ് ഇപ്പോൾ പെർസെൻറ്റേജിലാണ്. ശരിക്കും ഗോൾഡ് ഓർണമെൻറ്റ്സിന് എന്തിനാണ് ഈ പെർസെൻറ്റേജിൽ മേക്കിംഗ് ചാർജ് കൊടുക്കുന്നത്? ഒരു ഗ്രാമിന് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് മേക്കിംഗ് ചാർജ് കൂടില്ലല്ലോ. ശരിക്കും ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മേക്കിംഗ് ചാർജ് പെർസെൻറ്റേജിലാക്കിയത് ഒരു തട്ടിപ്പല്ലേ? ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനൊരു ഡൗട്ട് ഉണ്ട്. ശരിക്കും നമ്മളൊരു ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ എക്സ്പെൻസ് എന്താണെന്നറിയോ? ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന വേസ്റ്റേജ് ആണ്. ഈ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ പണിക്കുറവ്, പണിയെടുക്കുന്ന സമയത്ത് കുറയുന്നതിനാണ് പണിക്കുറവ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെയാണെന്നറിയോ പണിക്കുറവ് വരിക? നമ്മൾ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡ് മെൽറ്റ് ചെയ്യുക, വിവിധ ഡിസൈനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഷീറ്റ് ആക്കുക, ഡൈ അടിക്കുക, അതേപോലെ ഇതിൻ്റെ ഫിനിഷിംഗ് പ്രോസസ്സായ കട്ടിങ്, പോളിഷിങ്, ബഫിങ്, ഫയലിങ്, ഇങ്ങനെയുള്ള ഓരോരോ പ്രോസസ്സിലും നമുക്ക് ഗോൾഡ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് 10-15 വർഷം മുന്നേ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ബില്ലിൽ പണിക്കുറവുണ്ടാവും, പണിക്കൂലി ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ബില്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പണിക്കൂലി മാത്രമേ ഉണ്ടാവുള്ളൂ, പണിക്കുറവ് ഉണ്ടാവില്ല. ഇപ്പം പണിക്കുറവ് കൂടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫിക്സഡ് എമൗണ്ട് ആക്കിയാൽ മതിയായിരുന്നു, പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ബില്ലുകളിൽ, അതായത് ഇപ്പം നിങ്ങൾ ഓർണമെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പണിക്കൂലി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, പണിക്കൂലി പണിക്കുറവ് മൊത്തം കൺഫ്യൂഷൻ ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. 1-2 തവണയും കൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പണിക്കൂലി എന്തുകൊണ്ട് പെർസെൻറ്റേജിലേക്ക് മാറ്റി അതിനുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് 1-2 വേറെ കാര്യങ്ങളും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്.